ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കാലത്ത് ഓട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് ഗോതമ്പ് ഉപ്പുമാവാട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് ആകെ ഇടങ്ങേറായ ദിവസമായിരുന്നു കേട്ടോ. കാലത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ പത്തിരൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴേക്കും ഇക്കാൻ്റെ വണ്ടി എന്താണാവോ സ്റ്റാർട്ടാകണേയില്ല. അത് ഇതാ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ആൾ വന്നിട്ട് വന്നിട്ടോ നേരാക്കി എടുക്കാൻ. അതിലെന്തൊക്കെയോ മെക്കാനിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് ഇതാ ചോറ്റിനുള്ള തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഉപ്മാവ് ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് സമയമാവും കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ ചായക്കൊന്ന് വെക്കുകയാണ്. മാവൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇക്കും കൂടി ഇതാ ചായ കുടിക്കാൻ പോവുകയാണ്. ഇന്ന് മോന് സ്കൂളിൽ പോയിട്ടില്ല. അവന് തലവേദനയും തലചുറ്റലൊക്കെ ആയിട്ട് ഇതാ കിടക്കുകയാണ്. പിന്നെ ഞാനിതാ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചില ആൾക്കാരുടെ വണ്ടിയൊക്കെ നേരാക്കാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി നേരാക്കലൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ഓട്ടം വന്നിട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ അടിക്കലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കിയിട്ടില്ല കേട്ടോ. അലക്കൽ ഞാൻ നാളെ ഇട്ടോ അലക്കുള്ളൂ. ഇനി ഞാനിതാ ഉച്ചയ്ക്കുള്ള കറി വെക്കാൻ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ മോനെ എണിച്ച് വന്നിട്ടുണ്ട്. വലിയ ഉഷാറില്ല കേട്ടോ അവന്. ഇന്ന് ഞാൻ കാവത്താട്ടോ കറി ഉണ്ടാക്കണത്. ഇന്നലെ അമ്മയും ആങ്ങളെയും നാത്തൂനൊക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ, അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. കാവത്ത് കണ്ടപ്പോൾ പിന്നെ ഇക്ക ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നത് കറി ഉണ്ടാക്കിയാൽ മതിയെന്ന്. ഇവിടെ അക്കാക്കും വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ അതിനൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ അമ്മ ഫോൺ വിളിച്ചതാണ് കേട്ടോ. കാവത്തിനൊക്കെ നേരാക്കി ഞാനിതാ കുക്കറിൽ വേവാനിട്ടുണ്ട്. കാവത്തൊക്കെ ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ വേവാനിടുള്ളൂ. അടുപ്പിൽ എത്ര വെച്ചാലും അത് വേവാത്ത പോലെ തോന്നുള്ളൂ. അപ്പോഴേക്കും ഇതാ ചോറ് വന്നിട്ട് ഞാനിതാ ചോറും കൂടി ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. കാവത്തിൽ ഞാൻ മുരിങ്ങ ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. കുറച്ച് മുരിങ്ങനെയൊക്കെ ഞാനിതാ ഒടിച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങയൊക്കെ ഞാനിതാ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഊരിയെടുക്കണം. കുറച്ച് മുരിങ്ങ തന്നെയാണ് കേട്ടോ വേണ്ടുള്ളൂ. കാവത്തൊക്കെ ഇതാ വെന്ത് വന്നതിന് ശേഷം ഞാനിതാ അതിലൊരു മൺചട്ടിയിലേക്ക് ആക്കിയിട്ട് കേട്ടോ. കറിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് കട്ടിയാവുന്നതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ കറിയൊക്കെ ആയതിനു ശേഷം ഞാൻ അതിനൊന്ന് താളിച്ചുകൂടെ കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ കാവത്തൂരൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. സമയം 1 മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വാപ്പാക്കും ഉമ്മാക്കുള്ള കറിയൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കുകയാണ്. കറിയൊക്കെ കൊണ്ടുകൊടുത്ത് വന്നിട്ട് ഞാനിതാ ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 3 മണിക്ക് എനിക്കൊരു ഓർഡർ ഉണ്ട്. അതിൻ്റെ മാവൊക്കെ വാട്ടിയിട്ട് ഞാനിതാ അതിനേക്കൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇക്ക വന്നിട്ടില്ല കേട്ടോ. ഒക്കെ രാവിലെ പോയതാണ്. ചെറിയ ഓർഡർ ആയതുകൊണ്ട് ഞാൻ മെഷീനിലൊന്നും ഇടില്ല കേട്ടോ. മാവിന് കൈകൊണ്ട് കുഴച്ചെടുക്കുക തന്നെയാണ് ചെയ്യുക. മാവിനൊക്കെ ഞാൻ കുഴച്ച് പരത്തി ഇതാ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ ഞാൻ മാവ് കുഴക്കണതും പരത്തനൊക്കെ എടുത്താൽ നിങ്ങൾക്കും ബോറടിക്കില്ലേ? ഇപ്പം സമയം എന്താ 2 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ പുറത്ത്.
പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ അതിനെ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ വന്നിട്ടുണ്ട്. പേപ്പർ വിരിച്ചിട്ട് അതിന് മേലെ വൈറ്റ് ഷീറ്റ് വിരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത്. സമയം 2:30 ആയിട്ടുണ്ട്. 3 മണിക്കുള്ള ഓർഡറാണ് കേട്ടോ ഇത്. എനിക്കത് കൊണ്ടുകൊടുക്കുക കേട്ടോ ചെയ്യുക. പത്തിരിയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട ശേഷം ഞാനിതാ ചോറുണ്ണാണ്. സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ചോറുണ്ണാണ്. ഓർഡറൊക്കെ ഉള്ള ദിവസം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓർഡർ കൊടുത്തു വിട്ട ശേഷമാണ് കഴിക്കുകയുള്ളൂ. ഇതാ കാവത്ത് കറിയും പപ്പടും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോറുണ്ണുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.